ബി.ജെ.പി. കൗൺസിലർ സുഗതന്റെ വീട്ടിലേക്ക് പോലീസ് ആക്രമണം നടത്തിയ വിഷയത്തില് ബി.ജെ.പി. സംസ്ഥാന നേതാവ് എസ് സുരേഷ് രംഗത്തെത്തിയിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നു. പോലീസിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് എസ് സുരേഷ് രംഗത്തെത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് CPM ഇതുപോലെ സുഗതന്റെ നേരെ പോലീസിനെ ഇന്നും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് എസ് സുരേഷ് കേരള പോലീസിനെ കടന്നാക്രമിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ ശ്രീ ആർ സുഗതന്റെ വീട്ടിൽ കയറി കഴിഞ്ഞ ദിവസം ആകാശത്തേക്ക് വെടിവെക്കുകയും പോലീസ് 50ഓളം പോലീസുകാരെ കൊണ്ട് വീട് വളയിപ്പിക്കുകയും കൊച്ചു കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ 2 സ്ത്രീകളെയും ഉൾപ്പെടെ തോക്കു കാണിക്കുകയും ആക്രമിക്കുകയും ചെയ്ത പോലീസിന്റെ പ്രവൃത്തി മുൻ DGP ശ്രീമതി ആർ ശ്രീലേഖയുടെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി ഷോ ആയിരുന്നു. ആ പട്ടി ഷോ നടത്തിയ പോലീസുകാരന്മാരെ ഒന്നും ED പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും വീട് റെയ്ഡ് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് EDയെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിരുന്നു. പിണറായി വിജയൻ ഭരിച്ചാലും VD സതീശൻ ഭരിച്ചാലും രമേശ് ചെന്നിത്തല ഭരിച്ചാലും പോലീസിന്റെ നിലപാട് ഇത്തരത്തിലുള്ള പട്ടി ഷോ നിലപാടാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സുഗതൻ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ നേതാവാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ബി.ജെ.പിയുടെ ജനപ്രതിനിധിയാണ്. സുഗതനെ രാഷ്ട്രീയപരമായും നിയമപരമായും സംരക്ഷിക്കാൻ ബി.ജെ.പി. അന്നും ഇന്നും എന്നും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. സുഗതനെതിരെ എടുത്തിരിക്കുന്നത് കാപ്പ കേസാണ്. കാപ്പ കേസിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേസിൽ മുമ്പ് ഹൈക്കോടതി കോഴ്സ് ചെയ്ത് ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. മാത്രമല്ല കാപ്പ കേസിൽ ഒരു പ്രതിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മാൻഡേറ്ററി ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. സുഗതനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ആ നോട്ടീസ് കൊടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്ത് വിയ്യൂർ ജയിലിൽ എത്തിയതിനു ശേഷം ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് സുഗതന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റാണ്. നിങ്ങൾ കേട്ടില്ലേ? ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തകരും ഓരോ നേതാക്കന്മാരും അടിയുറച്ചുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പോലീസ് നടത്തിയത് ക്രൂരതയാണ്. ഞങ്ങൾ അടിയുറച്ചുകൊണ്ട് സുഗതന്റെ ഒപ്പം തന്നെ ഉണ്ട്, ബി.ജെ.പി. കൗൺസിലർക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് ബി.ജെ.പി. വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലറുടെ വീട്ടിലേക്ക്, ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി നരനായാട്ട് നടത്തിയത്, ആക്രമണം നടത്തിയത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കേരളത്തിലെ ഏതൊരു ബോധമുള്ള മലയാളിക്കും ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതൊരു ക്രൂരതയാണ് പോലീസ് ചെയ്തത്, നെറികേടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ആകാശത്തേക്കൊക്കെ വെടിവെക്കാൻ ആരാണ് കേരള പോലീസിന് അധികാരം കൊടുത്തിട്ടുള്ളത്? സുഗതന്റെ അറസ്റ്റിന്റെ തൊട്ടു പിന്നാലെ തന്നെ കോർപ്പറേഷൻ മേയർ VV രാജേഷ് രംഗത്തെത്തുന്നു. ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ സുഗതന്റെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് രംഗത്തെത്തിയാൽ, പകവീട്ടാൻ രംഗത്തെത്തിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട എന്ന പ്രഖ്യാപനം ബി.ജെ.പി. കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. VV രാജേഷിന്റെ പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ സകല വിഷയങ്ങളും പഠിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA രംഗത്തെത്തുന്നു. കൃത്യമായിട്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തന്നെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ഞങ്ങൾ അതിന് തിരിച്ചടിക്കുമെന്ന് കൃത്യമായിട്ട് കേരളത്തിൽ പ്രഖ്യാപനം നടത്തുക. അതിന്റെ തൊട്ടു പിന്നാലെ എസ് സുരേഷ് രംഗത്തെത്തുന്നു, വ്യക്തമായിട്ട് പറയുന്നു, ബി.ജെ.പി. കൗൺസിലർക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ അവർക്കൊപ്പം അടിയുറച്ചു നിൽക്കും, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കന്മാർ ശക്തമായി നിലപാടെടുക്കുമ്പോ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വളരുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. കേരളത്തിൽ ബി.ജെ.പിയുടെ ലീഡർഷിപ്പ് വളരെ വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. അവരുടെ നിലപാടുകൾക്ക്, അവരുടെ പ്രഖ്യാപനങ്ങൾക്ക് വളരെയേറെ ശക്തിയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത് അവർ കൃത്യമായിട്ട് എടുത്തുയർത്തി തന്നെയാ പിടിക്കുന്നത്. ഇവിടെ UDF ആഭ്യന്തരമന്ത്രി എത്ര നെറികേടാ വിളിച്ചു പറഞ്ഞത്.
ജനാധിപത്യത്തെ രമേശ് ചെന്നിത്തല കശാപ്പ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കുക, എത്ര നിറയേടാണ് ആ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകള് വിളിച്ചു പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസും പിണറായി വിജയന്റെ പോലീസും ഒരുപോലെയാണ്. കേരളം പോലീസ് ഗുണ്ടകളുടെ പറുദീസയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇടത് ഭരിക്കുമ്പോഴും അതേപോലെ തന്നെ വലത് UDF ഭരിക്കുമ്പോഴും അതേപോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം എടുത്ത് പറയാ. എന്തുകൊണ്ടാ CPM ഇതുപോലെ സുഗതനെയൊക്കെ ഇപ്പോഴും വേട്ടയാടുന്നത്? ഈ BJP കൗൺസിലർ സുഗതൻ എന്ന് പറയുന്നത് CPM-ന്റെ കണ്ണിലെ കരടാണ്. ഇത് വെറുതെ പറയല്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ സഹിതമുള്ള ഒരു വാർത്തയാ, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള കെട്ടിടത്തിന്റെ, അത് മഹിളാ മന്ദിരം എന്നാണ് ആ കെട്ടിടം. കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് തിടുക്കപ്പെട്ട വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നടത്താനെത്തിയത്. സ്ഥലത്ത് മേയറെയോ അല്ലെങ്കിൽ മേയറെയും കൗൺസിലർമാരെയും ആരെയും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ BJP-യുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുമെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥലം വാർഡ് കൗൺസിലർ സുഗതൻ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നു. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് അത് നഗരസഭാ പരിധിയിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് തിടുക്കപ്പെട്ട ഇത്തരത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള നീക്കം MLA-യുടെ ഭാഗത്ത് നടത്തിയത്. അതെ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ കീഴിലുള്ളതാണ്. ഇത് പണ്ട് മകളാ സമാജം എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് അമ്മമാരൊക്കെ ഇവിടെ ഒരുപാട്, ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം, ഒരുപാട് അമ്മമാരൊക്കെ സ്വയം തൊഴിലിനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കെട്ടിടം ഇടിച്ച് ഒരു പുനരധിവാസത്തിന് വേണ്ടി അത് ഫണ്ട് അനുവദിച്ചതാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് പണി പൂർത്തിയാവാതെയും ബില്ലിംഗ് ചെയ്യാതെയും വാട്ടർ കണക്ഷൻ ഒന്നും കിട്ടാതെയും ധൃതിയിൽ ഇദ്ദേഹം അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടി. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടം പുരോഗമിക്കുന്നുള്ളൂ. വാട്ടർ കണക്ഷൻ ഒന്നും ആയിട്ടില്ല. വാട്ടർ കണക്ഷൻ ആയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡോറിൻ്റെ ഒരു ലോക്ക് പോലും നേരച്ചും ആയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹം നമ്മുടെ ഞാനിവിടെ വാർഡ് കൗൺസിലറാണ്, വാർഡിൻ്റെ കൗൺസിലറാണ്. ഈ കൗൺസിലറായിട്ടുള്ള അറിയിച്ചില്ല, കോർപ്പറേഷനിൽ അറിയിച്ചില്ല. കോർപ്പറേഷൻ അതീതിയിലുള്ള സ്ഥലമാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ അതീതിയിലുള്ള സ്ഥലത്ത് കോർപ്പറേഷൻ്റെ അനുമതി വേണം. അത് നമ്മൾ അറിയിക്കണം. സ്വാഭാവികമായും ഇത്തരത്തിലൊരു നടപടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ സ്ഥലത്തെ വാർഡ് കൗൺസിലറും അതോടൊപ്പം തന്നെ മേയറും അടക്കം അറിഞ്ഞിരിക്കണം. മേയർക്ക് അറിഞ്ഞിരിക്കണം. മേയറാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘാടനം വച്ചിരിക്കുന്നത്. വീണ ജോർജ് മന്ത്രിയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ സ്വാഗതം പറയേണ്ടത് യഥാർത്ഥത്തിൽ കൗൺസിലറാണ്. സ്വാഗതം പറയേണ്ടത് ഇപ്പം വച്ചിരിക്കുന്നത്, ഇവരെ നോട്ടീസ് വച്ചിരിക്കുന്നത്, സ്വാഗതം പറയാൻ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ LC സെക്രട്ടറിയാണ്. ഇത് പാർട്ടിയുടെ ഓഫീസൊന്നുമല്ലല്ലോ ഉദ്ഘാടനം നടത്തേണ്ടത്. ഇത് നമ്മുടെ സർക്കാരിൻ്റെ അനുമതിയോട് കിട്ടിയ സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ ഇതിന് LC സെക്രട്ടറിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വച്ചിരിക്കുന്നത്. ഇത് സ്വാഗതം പറയാൻ പറ്റും. സ്വാഗതം പറയേണ്ടത് കൗൺസിലറാണ്. അധ്യക്ഷനുള്ള ഇവിടെ വികസന സമിതി ഉണ്ടെങ്കിൽ അധ്യക്ഷനായിട്ടുള്ള അവരെയാണ് വയ്ക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ എല്ലാ പാർട്ടിക്കാരെയും അറിയിക്കണം. ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ ആരും അറിയും. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒരു കെട്ടിടം ഉദ്ഘാടനം ഒരു വാർഡ് പരിധിയിൽ വരുമ്പോ അവിടുത്തെ കൗൺസിലറെ പോലും അറിയിക്കാതെയാണ് CPM-ന്റെ മുൻ MLA-ക്ക് അവിടെ ഉദ്ഘാടനത്തിനൊക്കെ മന്ത്രിയെ പോലും കൊണ്ടുവന്നിരുന്നത്. അവിടെയാണ് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് സുഗതൻ എന്ന BJP കൗൺസിലർ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ഇത് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമൊന്നുമല്ലല്ലോ. LC സെക്രട്ടറിയെ പിടിച്ചിട്ട് സ്വാഗതം പറയിപ്പിക്കാനേ, ഇത് സർക്കാരിന്റെ പണമെടുത്തിട്ടുണ്ട് ഉണ്ടാക്കുന്നതല്ലേ. ഇനി ഉണ്ടാക്കിയത് തന്നെ പണി പൂർത്തീകരിക്കാത്തത് എടുത്തു പറയുന്നു. ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് ചാടി വീണ MLA പരമാവധി താനിതൊക്കെ ചെയ്തോ എന്ന് തട്ടിക്കൂട്ട് നടത്താൻ വന്നപ്പോ BJP പ്രവർത്തകരെയും കൊണ്ട് നൂറുകണക്കിന് ആളുകളെയും അണിനിരത്തിക്കൊണ്ട് സുഗതനൊക്കെ അതങ്ങ് തടഞ്ഞു. അത്തരത്തിൽ CPM-നെതിരെ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിച്ച് ഈ സുഗതനൊക്കെ രംഗത്തെത്തിയത് കൊണ്ടാ CPM ഇപ്പോഴും അവരുടെ ഇടത് സംഘടനയിലെ പോലീസുകാരെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. ഈ തിരുവനന്തപുരം നഗരമേ CPM-ന്റെ തറവാട്ട് സ്വത്ത് പോലെയായിരുന്നു അവർ കൊണ്ടു നടന്നത്. അവിടെ BJP ഭരിക്കൽ തുടങ്ങി. സുഗതനെ പോലെയുള്ള ആളുകൾ നാട്ടല്ല നിവർത്തി CPM-നോട് കൃത്യമായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണമെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി, ചോദ്യം ചെയ്തു തുടങ്ങി. അതിനൊക്കെ മുൻപന്തിയിൽ സുഗതനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കള്ളക്കേസിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കള്ളക്കേസിട്ട് ഇപ്പോ അവരുടെ ഇടത് സംഘടനയിലെ പോലീസിനെ വെച്ച് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തെയാണ് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി
അതിനെ അഭിനന്ദിച്ചും രംഗത്തെത്തിയത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയുക, സകലരും തിരിച്ചറിയുക. ഇടത് ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും കേരളം പോലീസ് ഗുണ്ടകളുടെ പറുദീസയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്